ഇത് നല്ല എനർജിയോട് കൂടിയിട്ടൊരു ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, കിച്ചണൊക്കെ ഒന്ന് മാറ്റി മറിക്കണതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം താമസിച്ചില്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, എനിക്ക് അപ്പം ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് അടുത്ത ഫ്ലാറ്റിൽ കുട്ടി കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മോനും അവളും ഇരുന്ന് കളിച്ചു. അപ്പോൾ അവൾ നന്നായിട്ട് മോനെ നോക്കും കേട്ടോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മോനെ അവളെയും അവിടെ കളിക്കാനാക്കിയിട്ട് ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ കുറച്ച് വലിയ കുട്ടി ആയതുകൊണ്ട് നന്നായിട്ട് മോനെ കെയർ ചെയ്യും കേട്ടോ, അത് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ജോലിയുടെ ആ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും അറിയില്ല. കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുറേ ജോലികൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം അടിച്ചൊക്കെ വാരിയതിന് ശേഷം ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കഴിയുമ്പോഴേക്കും ഞാൻ അത്യാവശ്യം വേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കിച്ചണിലെ ക്ലീനിങ്ങിന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഡെയിലി സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഫോക്സ്ടെയിലിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് വന്നിട്ട് ഡെയിലി ഗ്ലോ ഫേസ് വാഷ് ആണ്, എല്ലാ സ്കിന്നിനും പറ്റുന്നതാണ് കേട്ടോ. എൻ്റെത് എസ്പെഷ്യലി ഡ്രൈ സ്കിന്നാണ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്തത് ഫോക്സ്ടെയിലിൻ്റെ തന്നെ നൗറിഷിങ് മോയ്സ്ചറൈസറാണ്. ഇതിൽ നിയാസിനമൈഡ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതുപോലെ മെന്നും വിമണ്ണും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് ഫേസ് വാഷ് വെച്ചിട്ട് മുഖം ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കാം, അതിനുശേഷം ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെത് ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസിങ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ് വാഷ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് ചെറിയ മസാജൊക്കെ കൊടുക്കുക. അതിനുശേഷം ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ചൂടാണെങ്കിൽ തണുപ്പാണെങ്കിലും ഒക്കെ അത്യാവശ്യം നമ്മൾ ഡെയിലി ഫേസ് വാഷ് ചെയ്യാനും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്കിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിൻ്റെ അത് ട്രൈ ചെയ്യുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നുണ്ടോ, അലർജി പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. എനിക്കിത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫേസിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോ കിട്ടുന്ന പോലെയുണ്ട് അല്ലേ കാണുമ്പോൾ തന്നെ. ഇനി നമുക്ക് ഫേസിലേക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ ഫോക്സ്ടെയിലിൻ്റെ തന്നെ നൗറിഷി മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഫേസിലേക്കും നെക്കിലേക്കും കൈയിലേക്കും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നെക്കും കൈയും ഒക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഫേസ് വാഷ് നമ്മൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ എടുത്തപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടിയതുകൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ സ്കിൻ എന്തായാലും സെറ്റായി. ഇനി നമുക്ക് കിച്ചണിലേക്ക് കയറാം കേട്ടോ. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വേഗം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഒരു തൃപ്തി കിട്ടുള്ളൂ. മൊത്തത്തിലൊരു മാറ്റം വരുത്തണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഫ്ലാറ്റിലാണെങ്കിലും എവിടെ താമസിക്കുകയാണെങ്കിലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചാലാണ് എപ്പോഴും കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. നമ്മളുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഒരു വാടകയ്ക്കൊക്കെ താമസിക്കുമ്പോൾ വാങ്ങി വെക്കുന്നതിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു യോജിപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാതിരുന്നത്. നമ്മൾ സ്വന്തം വീടല്ലല്ലോ. പിന്നെ നമുക്കിതെന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴൊന്നും ഇത് മൊത്തമായിട്ട് നമുക്ക് കൊണ്ടുപോകാനോട്ട് പറ്റുമില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും ചിലവാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് അതിനുവേണ്ടി കാശ് ചിലവാക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാനായിട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാനിതാ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്ലഗ് നമ്മൾ മോനെ പേടിച്ചിട്ടായതുകൊണ്ടേ നമുക്ക് ഈ സോക്കറ്റ് എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് വെക്കാനായിട്ടും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ മുകളിലൊന്ന് ഒട്ടിച്ച് വെക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് ആ വയറിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഞാന്ന് കിടക്കുന്നതുകൊണ്ട് ആകെ പാടെ ഒരു വൃത്തികേടുണ്ടാവും. അതും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എനിക്കറിയുന്ന നമുക്ക് എന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ പറ്റിയാലേ അതൊക്കെ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം മോൻ ചെറുതായതുകൊണ്ട് അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അവൻ കുറച്ച് വലുതായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന സമയമാകുമ്പോൾ പിന്നെ ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി അവളും ആ മോളും കൂടി അവിടെ നിന്ന് ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയത്. പലപ്പോഴും എടുക്കാൻ പറ്റാത്തതും അതുകൊണ്ടാണ്. മോനെ നമുക്ക് ആരെയും ഏൽപ്പിക്കാനൊന്നുമില്ലല്ലോ. ഇതാകുമ്പോൾ രണ്ടുപേരും എൻ്റെ അടുത്തുനിന്ന് കളിക്കുന്നുമുണ്ട്. എനിക്ക് അത്ര ടെൻഷൻ പേടിക്കണ്ട. കുട്ടികളാകുമ്പോൾ തമ്മിൽ അടി കൂടുമെന്നൊക്കെ പേടിക്കണ്ടേ. ഇവൾ നന്നായിട്ട് നോക്കും കേട്ടോ. അതുകൊണ്ട് അവളെ ഏൽപ്പിക്കുന്നതിന് എനിക്ക് ടെൻഷനും ഇല്ല. തമ്മിൽ അടി കൂടുവോ വഴക്കിടുക അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവാറില്ല. നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സമാധാനമാണ്. അന്ന് അവൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ മോനും അവൾ മാത്രമായിരുന്നു കളിക്കാനൊക്കെ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായി കേട്ടോ. പെട്ടെന്ന് തന്നെ അപ്പോൾ എൻ്റെ പണി ഞാൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കഴിയുന്നവരേക്കും അവൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ.
ആദ്യം അതൊരു സന്തോഷമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമ്പോൾ നമുക്ക് ജോലികൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഓരോ സംഭവത്തിൻ്റെയും പൊസിഷനൊക്കെ ഒന്ന് മാറ്റി നോക്കി. ഞാൻ കുറേ പ്ലാന്റ്സ് അകത്ത് വെക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ പുറത്തെ ചൂട് കാരണം കുറേ എൻ്റെ മണി പ്ലാന്റൊക്കെ നശിച്ചു പോകുന്നുണ്ടായിരുന്നു, കത്തിപ്പോവാണ് ഇലകളൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ഒരു രീതിയിൽ വെച്ചത്. ഇവിടെ ആകുമ്പോൾ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അതെങ്കിലും ബാക്കി ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാ സൈഡിലും ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി അവിടെ ഇവിടെയൊക്കെ എനിക്ക് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിക്കണം എന്നുണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിച്ചും ഒക്കെ ഓരോന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഈ വയറിൻ്റെ ഒരു പ്രശ്നം ഒഴികെ എനിക്ക് വേറെ വലിയ വൃത്തികേടായിട്ടൊന്നും അവിടെ തോന്നിയില്ല കേട്ടോ. എല്ലാവരും ഈ വയറിനെ എങ്ങനെ കാണാതെ ഒതുക്കി വെക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായി വീടൊക്കെ വെക്കുമ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ചില സമയത്തുണ്ടല്ലോ ഇതിങ്ങനെ മറിയുന്ന സമയം തന്നെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് ഒട്ടും ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല, ചിലപ്പോൾ ഒട്ടും പറ്റാറില്ല കേട്ടോ. രാവിലെ ഇരുന്ന് ചിലപ്പോൾ വൈകുന്നേരം വരെ അങ്ങനെ തന്നെയൊക്കെ ഉണ്ടാവും. വിഷമമൊക്കെ തോന്നും. പക്ഷേങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല. മനസ്സിലാക്കേണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കും, അത്രയേ ഉള്ളൂ. കാരണം ഒരു കുഞ്ഞിനെ വെച്ച് നമ്മൾ ഇത് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മോൻ്റെ കൂടെയുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് കാര്യമുള്ളൂ. അപ്പോൾ ആരും എന്നെ ജഡ്ജ് ചെയ്താൽ ഞാൻ വിചാരിക്കും എന്നിലെ അമ്മ സൂപ്പറാണ് എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെയാണ് ഇപ്പം എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ വീഡിയോ കണ്ടാലും എല്ലാം കുറേ ജഡ്ജ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ നമുക്കറിയാലോ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒന്നിലല്ലെങ്കിൽ ഒന്നിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കൈയൊക്കെ കഴുകി ഒന്ന് വൃത്തിയായതിന് ശേഷം ഇനി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. ഈ ഒരു സെക്ഷൻ വീഡിയോയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അടുക്കളയിൽ കയറുമ്പോൾ എനിക്ക് ഒരുപാട് സ്പേസ് വന്നതുപോലെ, ഒരുപാട് ഒരു റിലാക്സേഷൻ ആയതുപോലെ തോന്നി കേട്ടോ. എപ്പോഴും കണ്ട ഒരു മെസ്സായിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി അത് മാറ്റിയെടുക്കാൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഞാൻ ആ മണി പ്ലാന്റ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ വെള്ളത്തിലിട്ടതുകൊണ്ടാണ് അധികം വലിയ ഇലകളൊന്നും ആവാത്തത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രേ ആണ് ഇതും. ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. എനിക്ക് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ വേറെ തന്നെ ഒരു സന്തോഷമായിരിക്കും. ഇപ്പോൾ ഏട്ടനുള്ളടുത്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഏട്ടൻ പറയും റെസ്റ്റ് എടുക്കുമോ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏട്ടൻ വരുന്നതിന് മുമ്പേ ഇത് മുഴുവൻ സെറ്റ് ചെയ്ത് മൂപ്പരെയും ഞാനൊന്ന് ഞെട്ടിച്ചു കേട്ടോ. ചെറിയ കാര്യങ്ങളിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ട്ണറൊക്കെ നമ്മളെ കൂടിയുണ്ടെങ്കിൽ അതൊരു വേറെ തന്നെ സുഖമാണ്. ഞാൻ എന്ത് ചെയ്താലും അതിലെന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതെന്ന് പറയാൻ എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല. ഏട്ടനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്ന സ്വഭാവങ്ങളാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളിൽ കുറേ ചേഞ്ചസ് നമ്മൾ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഏട്ടൻ തന്നെ മാറ്റിയെടുത്തൊരു ക്യാരക്ടറാണ് ഈ ഒരു എന്ത് ചെയ്താലും നമ്മളെ പോസിറ്റീവായിട്ട് പറയുക, ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഏട്ടനെ കണ്ട് ഞാനും അത് ശ്രമിക്കാറുണ്ട് കേട്ടോ. മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ പറയുമ്പം അതിനൊരു മനസ്സ് തന്നെ വേണം നല്ല കാര്യങ്ങൾ പറയാനായിട്ടും അല്ലേ. അപ്പോൾ എൻ്റെ കിച്ചണൊക്കെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ ബൈ. അതിനു മുമ്പ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പോസൊക്കെ ഇട്ട് നോക്കുന്നത്. തമ്പനെയിലിന് വേണ്ടിയിട്ട്. ബൈ.